നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. ഈ വർഷത്തിൽ ആദ്യത്തെ മാസത്തെ ഫലം, അതായത് ജനുവരി മാസത്തെ പൂരാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുക്കൂറാണ്. അപ്പോൾ ധനുക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 5, 7, 9 ഭാവങ്ങളിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കുന്നതായതുകൊണ്ട് ദൈവാധീനം പരിപൂർണമായാണ്. അതുകൊണ്ട് തന്നെ ദൈവാധീനം മറ്റ് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ ഗുണഫലത്തെ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഈ മാസത്തിൽ വരുമാനത്തിൽ കുറച്ച് കുറവ് വരാനും ചെലവ് കുറച്ച് വർദ്ധിക്കാനും യോഗമുള്ള സമയമാണ്. 17-ാം തീയതി വരെ സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം കൂടുതലായിട്ടുണ്ട്. അതിനുശേഷം 6-ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്തെ സ്ഥാനാധിപത്യം വഹിച്ച് ലഗ്നത്തിൽ നിൽക്കുന്ന പൂരാട നക്ഷത്രക്കാർക്ക് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ലാഭത്തിന് കുറവ് വരാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. സഹായസ്ഥാനത്ത് അലസപ്രേഷി നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇഷ്ടസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് തൻ്റെ സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹു 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കാരണം വീട് വിട്ടു നിൽക്കാനിട വരിക. വീട് വിട്ടു നിന്നിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടും കർമ്മസംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാനും യോഗമുണ്ടെങ്കിലും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, അതുപോലെ തന്നെ കലഹ സ്വഭാവം ഉണ്ടാകുക, മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുക, വിപരീത സ്വഭാവം ഉണ്ടാകുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നാഗപൂജ ചെയ്തിട്ട് നാഗദോഷത്തിന് പരിഹാരം വരുത്തിയാൽ ഭവന സംബന്ധമായിരിക്കുന്ന മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കർമാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന കാരണം തൊഴിലുണ്ടാകും. തൊഴിലിൻ്റെ കാര്യത്തിൽ നേതൃത്വ കാരകത്വം വഹിച്ചു നിൽക്കുന്ന ചൊവ്വ പൂർവ്വപുണ്യ സ്ഥാനാധിപത്യം വഹിച്ചു നിൽക്കുന്ന കാരണം നേതൃത്വപരമായിരിക്കുന്ന രീതിയിൽ തൊഴിലുണ്ടാകും, അല്ലെ തൊഴിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ കർമ്മസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടാതെ ഇരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് തൊഴിൽ നേടാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഉള്ള തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്തിട്ട് കേതു പ്രീതി വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ലഗ്നത്തിൽ നിൽക്കുന്നത് ചൊവ്വയാണ്. ഇപ്പോൾ പൂർവ്വപുണ്യ സ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപതിയായിരിക്കുന്ന ബുധനോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ട് ദേഷ്യം, എടുത്തുചാട്ടം, തലവേദന പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. ബുദ്ധികാരകനായിരിക്കുന്ന ബുധൻ പാപയോഗത്തോടു കൂടിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പം മറ്റെന്ത് കാര്യങ്ങൾ കേട്ടാലും അതിനെയൊക്കെ എതിർക്കാനും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് യുക്തിചിന്ത നടത്താനുമുള്ള ഒരു പ്രവണത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ദോഷത്തെ ചെയ്യുമെന്നല്ലാതെ ഗുണം ചെയ്യാനുള്ള സാധ്യത കുറവായത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ദൈവികമായിരിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിക്കൊണ്ട് ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 17-ാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് 12-ൽ സധനോ അന്ത്യ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ടാണ്. അപ്പോൾ ആ സമയത്ത് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളുണ്ടാകും. എന്നാൽ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ കുറച്ച് തടസ്സങ്ങളും വിഷമങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനുശേഷം വരുന്ന ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ, അതായത് 17-ാം തീയതിക്ക് ശേഷമുള്ള ശുക്രൻ്റെ ജന്മത്തിലേക്ക് വരുന്ന ആ സമയം മുതൽ എല്ലാ ഭൗതിക സുഖങ്ങളോടും താല്പര്യം വർദ്ധിക്കും. പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും വാഹന സംബന്ധമായിരിക്കുന്ന ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പേരുദോഷം, സ്ത്രീ സംബന്ധമായിരിക്കുന്ന രീതിയിൽ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പോൾ സ്ത്രീ സംബന്ധമായിരിക്കുന്ന വിഷയത്തിൽ ദോഷം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് യഥാശക്തി വഴിപാട്, ദേവീക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി, പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എടുത്തിയാടി സംസാരിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാൽ ഈ ജനുവരി മാസത്തിൽ പൂരാട നക്ഷത്രക്കാർക്ക് വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ സാമ്പത്തിക അഭിവൃദ്ധിയും മാനസിക സന്തോഷവും ഉണ്ടാകും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.